രാഹുൽ മാങ്കൂട്ടത്തിനെ കുറിച്ചൊക്കെ ആരോപണം ഉയർന്നു വന്നപ്പോൾ ആളുകൾ മുഴുവൻ പറയുന്നത് ഇതാണ്, മറ്റേ ആ പെൺകുട്ടി അതാണോ, മറ്റേ മോശമാണോ നല്ലതാണോ, ഇതൊന്നും നമ്മുടെ വിഷയമല്ല. കാരണം നമ്മുടെ വിഷയം എന്ന് പറയുന്നത് കേരളത്തിൽ 3.5 കോടിയോളം വരുന്ന ജനങ്ങളുണ്ട്. രാഹുലിനെ മാത്രം കുറ്റപ്പെടുത്തുന്നതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. രാഹുലിനെ മാത്രമാണല്ലോ കുറ്റപ്പെടുത്തേണ്ടത്, രാഹുലിന് മാത്രമാണ് കുറ്റപ്പെടുത്തുന്നത്. രാഹുലിന് മാത്രമാണ് അവകാശപ്പെട്ടത്. ധാർമ്മികത രാഹുലിന് വേണം എന്ന് പറയാനുള്ള കാര്യം എന്താ? കേരളത്തിലെ 140 MLA-മാരിൽ ഒരു MLA ആണ്. പാലക്കാട് നിന്ന് ജനങ്ങൾ 18,840 വോട്ടിന് ഭൂരിപക്ഷത്തിന് ജയിപ്പിച്ചൊരു MLA ആണ്. കേരളത്തിൽ ഒരു യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ് ആയിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ. നാച്ചുറലി രാഹുൽ മാങ്കൂട്ടം കുറെ കൂടി ധാർമ്മികത പാലിക്കണമെന്ന് ഞാൻ പറയും. പക്ഷെ അതേപോലെ പാലക്കാടുള്ള ഏതെങ്കിലും എക്സോ വൈയോ അല്ലെങ്കിൽ കാനഡയിൽ ഇരിക്കുന്ന ഒരു പെൺകുട്ടിയോ അത്തരത്തിലുള്ള ധാർമ്മികത പുലർത്തണമെന്ന് പറയാൻ എനിക്ക് അവകാശമുണ്ടോ? സമൂഹം ധാർമ്മിക മൂല്യങ്ങളിലല്ലേ അധിഷ്ഠിതമായിട്ടുള്ളത്. അല്ല, സമൂഹം ധാർമ്മിക മൂല്യങ്ങളിലാണ് അധിഷ്ഠിതമായിട്ടുള്ളത്. ഇതെനിക്ക് ഇഷ്ടപ്പെട്ടു. ഇപ്പൊ ശ്രീനാരായണൂരൊക്കെ പറഞ്ഞ പോലെയുള്ള ഒരു വചനമാണ്, കോമൺ ജനറലിയുള്ള. പക്ഷെ ഞാൻ ചോദിക്കുന്നത്, താങ്കൾ പറയുന്ന ഒരു കാര്യം അങ്ങനെ ഉള്ളപ്പോ ആ സമൂഹത്തിൽ ആരാണത് ഏറ്റവും ഉയർന്ന മൂല്യങ്ങൾ പകർത്തേണ്ടത്, ആരാണ് അതിന്റെ ഒരു മോഡലായി മാറേണ്ടത്? അത് ഭരിക്കുന്നവരാണ്. ഇപ്പൊ നാളെ നിങ്ങൾ അറിയേണ്ടത്, കേരളത്തിൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. കേരളത്തിൽ ആഭ്യന്തര വകുപ്പ് മന്ത്രിയായിരുന്ന PT ചാക്കോ, സർവശക്തനായിരുന്ന ഒരാൾ, മന്ത്രിയുടെ കാർ ഓടിച്ചു പോകുന്നു. മന്ത്രിയുടെ കാർ ഓടിച്ചു പോകുമ്പോഴേക്കും അദ്ദേഹം ഒരു കേസിൽപ്പെട്ട് എന്ത് ചെയ്തു, സ്ഥാനം രാജിവെക്കേണ്ടി വന്നു. എന്തായിരുന്നു കേസ് എന്നറിയോ? മന്ത്രിയുടെ കേസ് അദ്ദേഹം ആ കേസ് അതിൽ ഒരു സ്ത്രീ കൂടി ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ടാണ്. ആ സ്ത്രീ കോൺഗ്രസിന്റെ പ്രവർത്തകയാണെന്ന്, അല്ല ആയിക്കോട്ടെ, കോൺഗ്രസിന്റെ പ്രവർത്തകയായിരുന്നു. ആദ്യം അദ്ദേഹം അത് ഭാര്യയാണെന്ന് പറഞ്ഞു. പക്ഷെ അത് എന്തുകൊണ്ട് രാജിവെക്കേണ്ടി വന്നു? എന്തുകൊണ്ട് ഇപ്പൊ ബിൽ ക്ലിന്റനെതിരെ വലിയ ആരോപണം ഉണ്ടായി എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അമേരിക്കയിൽ വേറെ ആരോപണം ചെയ്യില്ലെന്ന് ചോദിച്ചാൽ വേറെ ആരും ചെയ്യുന്നുണ്ട്. പക്ഷെ പ്രധാനപ്പെട്ട ഒരു കാര്യമുള്ളത്, നിങ്ങൾ ഒരു വലിയ സ്ഥാനത്തിരിക്കുമ്പോൾ, ഉന്നതമായ സ്ഥാനത്തിരിക്കുന്ന ഒരാളാണെങ്കിൽ അത് ഡേഞ്ചറാണ്. അതിന്റെ പ്രശ്നം എന്താണ്? നിങ്ങളെ സമീപിക്കുന്ന നിരാലംബരായിട്ടുള്ള നിരാശ്രയരായിട്ടുള്ള ആളുകളെ ഇത്തരം കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തുമെന്ന് പറയുന്ന ഒരു കാര്യമാണ്.